ഹേ ഗായ്സ്, ലൈറ്റ് വരും. അപ്പോൾ ഞങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാം കേട്ടോ. വെറുതെ അല്ല, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. എന്തൊക്കെയാണ് പറയും? ബുക്ക്, ചെരുപ്പ്, അങ്ങനെ വേറെ കുറേ സാധനങ്ങൾ. സത്യം പറഞ്ഞാൽ സ്കൂളൊക്കെ തുറന്നു, പക്ഷെ ഞങ്ങൾ ഇന്നലെ തുറന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്നാണ് അവൾക്ക് ഇന്നാണ് തുറക്കണേ. അപ്പോൾ ഇന്നാണ് ബുക്കും സ്കൂളിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ലോങ് വീഡിയോ അല്ല ഇങ്ങനെ ലോങ് വീഡിയോ. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. എന്നാ പോസ്റ്റ് ചെയ്യാൻ അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്, ബട്ട് ഒരുങ്ങി തീർന്നില്ല. സോ നെക്സ്റ്റ് ബസ്സിന് പോകാൻ വിചാരിച്ചു. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാല്ലേ. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? പിന്നെ അമ്മയുണ്ട്. അമ്മ അവിടെ ഒരുങ്ങി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫോൺ കളിക്കുന്നുണ്ട്. കാണൂല, പോകുമ്പോൾ കാണിച്ചു തരാം. ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മേക്കപ്പൊന്നുമില്ല, എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അധികമൊന്നും അറിയില്ല. എനിക്ക് അറിയണ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടിനെ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പാവം ഞാൻ മാത്രം നേരത്തെ നീറ്റു, ബട്ട് പിന്നെ ക്യാൻസലാക്കി. സോ കുളിയൊക്കെ അതുകൊണ്ട് നേരത്തെ കഴിഞ്ഞു. ലിപ്സ്റ്റിക്ക് കിട്ടിയില്ലേ? മീനോ, ലിപ്സ്റ്റിക്ക് എടുത്തു കൊണ്ടുവരൂ. ഫസ്റ്റ് ലിപ് ബാം ഇടാം കേട്ടോ. ലിപ് ബാം ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. കുറച്ച് താത്തിട്ട് മോങ്ങാണ്. അപ്പോൾ അങ്ങനെ മഞ്ചേരി എത്തിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബുക്സൊക്കെ മേടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് സ്റ്റോളിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ പകുതിക്ക് വെച്ച് നോക്കുമ്പോൾ അമ്മേനൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ അവിടെ ഒരു കടയുണ്ട്, അവിടെ തങ്ങിയിട്ട് നമ്മൾ ബുക്സൊക്കെ മേടിക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നല്ലേ. പക്ഷെ അമ്മ ഫസ്റ്റ് തന്നെ അവിടെ ചെന്ന് അമ്മ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ കണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് ഇനി ബുക്കൊക്കെ മേടിക്കുക പറഞ്ഞാണ്ട് അമ്മ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ എടുക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം അൺവാണ്ടഡ് ഐറ്റംസാണ് മേടിക്കണതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് അൺവാണ്ടഡാണ്, പക്ഷേ അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. തിരൂരങ്ങാടി ബുക്ക് സ്റ്റോളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബുക്സ് മേടിക്കുന്നത്. അപ്പോൾ അമ്മയും മീനുട്ടിയൊക്കെ ബുക്സ് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ബുക്ക് അവരോട് പറഞ്ഞപ്പോൾ അവരത് എടുത്ത് തരാം. നോക്കട്ടെ എവിടെയാണ്. അപ്പം ഉണ്ട് ഓള് അവിടെ ബുക്സൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഓൾക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓളിങ്ങനെ ഓൾക്ക് ഇഷ്ടമുള്ള ഓരോ ബുക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയിരുന്നു. അവിടെ നിന്ന് അങ്ങനെ അച്ഛന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മീനുട്ടിക്ക് ഒരു ബാഗ് മേടിക്കാണ്ടായിരുന്നു കേട്ടോ, അത് മേടിച്ചു. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീനുട്ടിക്ക് ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നോക്കി ഇഷ്ടമുള്ള ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. ഓൾക്ക് അവിടെ നിന്ന് ചെരുപ്പ് എടുത്തിട്ട് അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് ഞാൻ വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓളെ അവിടെ നിന്ന് കാണില്ല. അപ്പോൾ വേറെ ഏതോ മിററിൽ പോയി നോക്കിയത്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കൂടി നിന്നുട്ടോ, കാരണം അമ്മയൊക്കെ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി ആ കടയിൽ നിന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിട്ടോ. അവിടുന്ന് ഫുഡ് കഴിച്ചു. അമ്മയും ചിത്രേച്ചിയും ബിരിയാണി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത്. അവിടുത്തെ മന്തി വേറൊരു പോലെ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ.
അങ്ങനെ അവിടുന്ന് വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് അത്യാവശ്യം പോരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞേ 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നിങ്ങനെ പോരാ. അപ്പം ഉണ്ട് ഗ്രൗണ്ടിൽ കുഞ്ഞു കുട്ടികളുണ്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കണേ. അപ്പം അങ്ങനെ വീട്ടിലെത്തി. അപ്പം അത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.